വെൽക്കം ബാക്ക് ടു ചാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. ഹായുടെ മക്കളെ, എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽസ് അറൗണ്ട് us എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. നല്ലൊരു ചാപ്റ്റർ ആണ്. ശരിക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മക്കളെ, നമുക്ക് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്ട്സുകൾ കാണാൻ പറ്റും അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് കമന്റ് ചെയ്യാം. റെഡി? അപ്പം മിസ്സിന്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫോൺ ഉണ്ട്, അതേപോലെ പെൻ ഉണ്ട്, ഇവിടെ ഒരു മൗസ് ഇരിപ്പുണ്ട്. ഇതൊക്കെ മിസ്സിന്റെ ചുറ്റും ഇരിക്കുന്ന ഒബ്ജക്റ്റുകളാണ്, സാധനങ്ങളാണ്. ഒരുപാട് സാധനങ്ങൾ. അതേപോലെ തന്നെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. അതാ നോക്ക്, ഒരു ബുക്ക് ഇരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും മിസ്സിന് ചുറ്റും ഇരിക്കുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് കോമൺ ആയിട്ട് വേണമെങ്കിൽ ഒരു പേര് പറഞ്ഞ് വിളിക്കാം അല്ലെ. ഈ പറയുന്ന സാധനങ്ങളൊക്കെ മിസ് ഇവിടെ വെച്ചിട്ടുള്ള കുറെ നോക്കുക, ബുക്ക്, ബലൂണ്, നമ്മുടെ ബോട്ടിലും കാര്യങ്ങളൊക്കെ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കോമൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറഞ്ഞ് വിളിക്കാമെന്നറിയോ? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് മെറ്റീരിയൽസിലോട്ട് വരാം. ഇത് തന്നെ ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും ഉണ്ട് അല്ലെ. ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും അതിനകത്ത് തന്നെ ഉണ്ട്. ചിലത് നമുക്ക് ജീവനുള്ളത് കാണാൻ പറ്റും. ഒരു ചെറിയ അക്വേറിയം പോലെ സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഫിഷ് ഉണ്ട്, അതിന് ജീവനുണ്ട് ഇല്ലേ. അതേപോലെ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ജീവനുണ്ട്. അപ്പൊ ജീവനുള്ള വസ്തുക്കളും അതിനകത്ത് ഒരുപാടുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. ഇപ്പൊ ആനിമൽസ്, പ്ലാന്റ്സ് എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ എന്തുണ്ടടാ? ലിവിങ് തിങ്സ് ആണ്, ജീവനുണ്ട്. എന്നാൽ ജീവനില്ലാത്ത വസ്തുക്കൾ ഏതൊക്കെയാ? അപ്പൊ നിങ്ങളിപ്പോ ഈ പറയുന്നത് പോലെ കല്ല്, ഇപ്പൊ സ്റ്റോൺ എന്ന് പറയുന്ന ജീവനുള്ള വസ്തുവാണോ? അല്ല. അതേപോലെ നമുക്ക് വാട്ടർ, സൺലൈറ്റ്, അതുപോലെ തന്നെ വിൻഡ്, ഇതൊക്കെ എന്താണ്? ജീവനില്ലാത്ത നോൺ ലിവിങ് തിങ്സ് ആണ് പറയാൻ പറ്റും. സോ നമ്മുടെ കാണുന്ന വസ്തുക്കളെ, ഒബ്ജക്ട്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, റെഡി? അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മള് ഒരു പേര് പറയുന്നു പറഞ്ഞു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പൊ മിസ് വായിച്ചു തരാം. അപ്പൊ ഒരു കുട്ടി പറയാ, നിങ്ങളെപ്പോലെ കുട്ടി പറയാ, ലുക്ക് ഐ ഹാവ് എ ന്യൂ നോട്ട്ബുക്ക് എന്നാ പറയുന്നത്. അതാ എനിക്കൊരു പുതിയ നോട്ട്ബുക്ക് കിട്ടിയെന്ന് പറയാണ്. അപ്പൊ കുട്ടി എന്താ പറയണേ? ഐ ഓൾസോ ഹാവ് എ ന്യൂ നോട്ട്ബുക്ക് ആൻഡ് പെൻ. നമ്മുടെ മറ്റേ കുട്ടിക്ക് അതേപോലെ മിസ്സിന്റെ പോലെ ഒരു പെന്നും നോട്ട്ബുക്കും കിട്ടി. അപ്പുറത്തെ ആൾക്ക് ഈ നോട്ട്ബുക്ക് മാത്രമേ കിട്ടിയുള്ളൂ എന്നാ പറയുന്നത്. അവര് പരസ്പരം പറയുന്ന കോൺവെർസേഷൻ എനിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോടാ? നോക്ക, ഒരാൾക്ക് നോട്ട്ബുക്ക് മാത്രം, ഒരാൾക്ക് നോട്ട്ബുക്കും പെന്നും എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ കുട്ടി അത് ഐഡന്റിഫൈ ചെയ്തത്? അതിൽ പെന്നും നോട്ട്ബുക്കും ഉണ്ട്, രണ്ടും ഡിഫറെന്റ് ആണെന്ന് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്. ഒരേപോലെയാണോ? അല്ലല്ലോ. നോട്ട്ബുക്ക് വേറെ, പെന്ന് വേറെ, രണ്ടും വേറെ വേറെ ആണല്ലോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്, രണ്ടും വേറെ വേറെ ആണല്ലോ. അപ്പൊ എങ്ങനെയാ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക? എന്താണ് അതിന് പിന്നിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സൈസില്, കളറില് ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇതിന്റെ സൈസ് ഇത്രയാണെങ്കിൽ ഇതിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. അതേപോലെ കളർ നോക്കുക, ഇത് വൈറ്റ് ആണെങ്കിൽ ഇത് വേറൊരു യെല്ലോ അല്ല, ഇതിന്റെ ഒരു വേറൊരു കളറാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ കളറിന്റെയും സൈസിന്റെയും എല്ലാത്തിന്റെയും വ്യത്യാസത്തില് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നോക്കുക, എനി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് റെഫേർഡ് ആസ് മെറ്റീരിയൽസ്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി മിസ് എന്തൊക്കെ എടുത്തിട്ടുണ്ടാവും? പേപ്പർ എന്തായാലും വേണമല്ലോ. അതേപോലെ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് എന്ത് വേണം? ഈ ചട്ട പോലെ സാധനം വേണം. അത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ പേപ്പർ, ഈ നോട്ട്ബുക്കിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഒബ്ജക്ട്സ് ആണ് അല്ലെ. ഒരു പെൻ ഉണ്ടാക്കണമെങ്കിൽ, ഒരു പ്ലാസ്റ്റിക്, ഒരു നോർമൽ ഒരു പെൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു മെറ്റലും വേണം, അതേപോലെ അതിൽ എന്ത് വേണം? പ്ലാസ്റ്റിക്കും വേണം അല്ലെ. അപ്പൊ അതുപോലെ ചെയർ ആണ് ഉണ്ടാക്കുന്നത് വിചാരിക്കാം. ഇരിക്കുന്ന ഒരു ചെയർ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വുഡ് വേണം, അതേപോലെ അതിനകത്തുള്ള നെയിൽ വേണം, ആണി വേണം, ഒക്കെ നമുക്ക് ആവശ്യം. കുഷ്യൻ വേണം, ഇരിക്കാനുള്ള കുഷ്യൻ വേണം. ഇതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. അങ്ങനെ ഒരു സബ്സ്റ്റൻസെ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് ഒബ്ജക്ട്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്ട് ഈസ് റെഫേർഡ് ടു ആസ് മെറ്റീരിയൽ. അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ കടയിൽ പോയിട്ടാ നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ആദ്യം നിങ്ങൾ എന്താ വാങ്ങിക്കുക? മെറ്റീരിയൽ വാങ്ങിക്കും, അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കും. ഇപ്പൊ മിസ്സിന് ഇപ്പൊ ഈ ടോപ്പാ വേണ്ടെങ്കിൽ ബട്ടൺ വാങ്ങിക്കണം മിസ്. ഈ ടോപ്പിന്റെ ഇത് എന്ത് വാങ്ങിക്കണം? ഈ വൈറ്റ് പോലെയുള്ള ഡ്രസ്സിന് മെറ്റീരിയൽ വാങ്ങിക്കണം. ഇതൊക്കെ വാങ്ങിച്ചാലേ നമുക്ക് മിസ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് മെറ്റീരിയൽസ്. ഓൾ ഒബ്ജക്ട്സ് ഓർ തിങ്സ് ദാറ്റ് വി സീ അറൗണ്ട് us is മെറ്റീരിയൽസ്. നമ്മുടെ ചുറ്റും കാണുന്ന ഏകദേശം എല്ലാ സാധനങ്ങളും എന്താണെന്നാ പറയുന്നത്? മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓൾ ദ ഒബ്ജക്ട് ഓർ ദ തിങ്സ് ദാറ്റ് വി സീ അറൗണ്ട് us മെറ്റീരിയൽസ്. അതിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പേര് പറഞ്ഞ് വിളിക്കാടാ? മെറ്റീരിയൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് വിളിക്കാം.
റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഈ മെറ്റീരിയൽസ് തന്നെ മിസ് പറഞ്ഞ പോലെ സൈസിലും കളറിലും ഒക്കെ വ്യത്യാസം ഉള്ളതുണ്ട് അല്ലെ. ചിലത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ബോള്, ക്രിക്കറ്റ് ബോള്, ഫുട്ബോള് ഒക്കെ എന്താ റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ട് ആണ്. അതേസമയം ആപ്പിൾ ഓറഞ്ച് ഒക്കെ എടുത്തു നോക്കുക, റൗണ്ട് ആണോ ചോദിച്ചാണ്, അല്ലേ ചോദിച്ചല്ല, അങ്ങനത്തെ ഒരു ഷേപ്പ് അല്ലേ. അപ്പൊ നിയർലി റൗണ്ട് ഇൻ ഷേപ്പ്, ചെറുതായിട്ട് റൗണ്ട് പോലെ തോന്നിക്കുന്ന ഷേപ്പാണ് അല്ലേടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന വസ്തുക്കൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈസിലും കളറിലൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. എല്ലാ ഒബ്ജക്റ്റും ഒരുപോലെയല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിനെ നമുക്ക് എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല. ഇതിനെ നമുക്കൊന്ന് ഗ്രൂപ്പ് ആക്കി നോക്കാം. അപ്പൊ നിങ്ങളുടെ മെസ്സായിട്ട് കിടക്കുന്ന ഇതേപോലുള്ള അലമാറകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ. നിങ്ങളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ വലിച്ചു വാരി അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. ഇതിനെ നിങ്ങൾ എങ്ങനെയാ കാറ്റഗറൈസ് ചെയ്യുക? അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഇതൊന്ന് അടുക്കി പെറുക്കി വെക്കുക? നിങ്ങൾ ആദ്യം വീട്ടിലിടുന്ന ഡ്രസ്സ് വെക്കും, ചിലപ്പോൾ പുറത്തിടുന്ന ഡ്രസ്സ് വേറെ എടുത്ത് വെക്കും, ജീന് വേറെ, ഇത് ഷർട്ട് വേറെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോന്നും ഓരോരോ സെക്ഷൻ ആക്കിയിട്ട് അടുക്കി പെറുക്കിയിട്ട് വെക്കും. അപ്പൊ നിങ്ങൾ എന്തിന്റെ ബേസിലാണ് അത് വെച്ചിട്ടുള്ളത്? ഒന്നില്ലെങ്കിൽ കളർ നോക്കിയിട്ട്, അപ്പൊ ഒരേപോലെയുള്ള കളർ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ജീന് പറയുമ്പോൾ ഒരേപോലെയുള്ള വലുപ്പം നോക്കിയിട്ട് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ സൈസ്, ഷേപ്പ് നോക്കിയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ഈ അലമാര ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്ന അലമാര നമ്മളിങ്ങനെ വൃത്തിയാക്കി വെക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഇതിനെ നമുക്ക് എന്താ പറയാന്നറിയാം? ശരിക്കും സോർട്ടിങ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്. മെറ്റീരിയൽസിനെ നമ്മൾ സോർട്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കി തിരിക്കാൻ വേണ്ടി പോവാണ്. ഓക്കേടാ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യമാടാ, അതിന് മാത്രമുള്ള വലിയ കാര്യമുള്ള കാര്യമേ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റീരിയൽസിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിൻ്റെയൊക്കെ ബേസിലാ? ഷേപ്പ്, സൈസ്, അപ്പിയറൻസ്, കളറ്, അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് മെറ്റീരിയൽസിനെ കോമൺ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാ പറയുന്നത്? ഗ്രൂപ്പ് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് വെജിറ്റബിൾസും ബേക്കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സാധനം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വേഗം പച്ചക്കറി ഭാഗത്ത് കൊണ്ട് വെക്കും. ആ പച്ചക്കറി തന്നെ ടൊമാറ്റോ, ഒരേപോലെ ഇരിക്കുന്ന ടൊമാറ്റോനെ നിങ്ങൾ ഒരേ സൈഡ് വെക്കും അല്ലെ. അങ്ങനെ ഓരോന്ന് ഗ്രൂപ്പ് ആക്കിയിട്ട് എന്റെ മക്കള് വെക്കാറില്ലേ? അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സോർട്ടിംഗ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്. ഇതിനെ നമുക്ക് വേറൊരു പേരും കൂടെ പറയാം, അതാണ് ക്ലാസിഫിക്കേഷൻ. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഒബ്ജക്റ്റ് അക്കോർഡിംഗ് ടു ദെയർ കോമൺ പ്രോപ്പർട്ടീസ്. അപ്പൊ ഇതിൽ മിസ് പറഞ്ഞതുപോലെ വെജിറ്റബിൾസ് എന്ന് പറയുന്ന ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ ആ വെജിറ്റബിൾസിൽ തന്നെ പയർ, അല്ലെങ്കിൽ ടൊമാറ്റോ, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, പീ എടുക്കാം. അപ്പൊ ഏത് വേണമെങ്കിലും എടുത്തോ, നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തോ. അതിനെ നിങ്ങളൊരു ഗ്രൂപ്പാക്കി മാറ്റുന്നുണ്ട് ഇല്ലേ? അതിനെ നമ്മൾ ശരിക്കും വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. അതിന്റെ കോമൺ പ്രോപ്പർട്ടി നോക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിസ് ഒരു ജസ്റ്റ് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ചെയർ, അതുപോലെ തന്നെ അയൺ ചെയർ, ടേബിള്, അതേപോലെ അൽമിറ, ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ മിസ് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. യൂട്ടൻസിൽസ്, ക്രോക്കറി, ബുക്സ്, പെന്ന്, പെൻസിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങളോട് മിസ് എന്ത് ചെയ്യാൻ പറയാണ്? ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യും അല്ലെ. ചെയർ എന്ന് പറയുമ്പോൾ വുഡും അയണിലും കെയിനൊക്കെ പാടെ കൂടിയതാണ് നമ്മുടെ കസേര എന്ന് പറയുന്നത്. ഇപ്പൊ ചെയർ അയണിന്റെ ആണെങ്കിലോ അതിൽ എന്തായാലും ഒരു ബൈൻഡ് ചെയ്യാനുള്ള സാധനം വേണം. അയൺ പൈപ്സും സ്ക്രൂവും കാര്യങ്ങളൊക്കെ വേണം, റബ്ബർ കുഷ്യനൊക്കെ വേണം. അപ്പോഴേ നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റും. ദെൻ ടേബിൾ ഉണ്ടാക്കുന്നെങ്കിലോ എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടി വരടാ? ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ വുഡും അയണിലും എന്തായാലും വേണം. നമ്മുടെ ഇവിടെ കാണുന്ന ടേബിൾസ്, നിങ്ങൾ ഇരിക്കുന്ന ടേബിൾ നോക്കിയാൽ കാണൂലേ, ഒരാണിയും വേണം, പലകയും വേണം അല്ലേ? അത്രേ ഉള്ളൂ. അൽമിറ ആണെങ്കിൽ വുഡ്, ഗ്ലാസ് പെയിന്റ്സ്, അതേപോലെ അയണില് ഹിങ് ചെയ്യുന്നത്, അതുപോലെ ബ്രാസ് ഹാൻഡില്, പിടിക്കുന്ന ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അലമാര ഇങ്ങനെ പിടിച്ചിട്ടാണല്ലോ തുറക്കുക. അപ്പൊ അതൊക്കെ എന്താണ്? അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. സോ അങ്ങനെ നമ്മുടെ ചുറ്റും നോക്കുക. അപ്പൊ ബുക്ക് നോക്കുക, പേപ്പർ ആൻഡ് കാർഡ്ബോർഡ് മിസ് പറഞ്ഞല്ലോ, ചട്ട എന്നുവെച്ചാൽ കാർഡ്ബോർഡും വേണം. പിന്നെ അതിനകത്ത് നോട്ട്ബുക്ക്, നമ്മുടെ പേപ്പേഴ്സും വേണം അല്ലെ. ഇതൊക്കെ ആവശ്യമാണ്. അതൊക്കെ അതിൽ ഉപയോഗിച്ച മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര്. ഇത് മൊത്തത്തിൽ ഇതിനെ നമുക്ക് ഓരോരോ സബ്സ്റ്റൻസിലും ഡിഫറെന്റ് ആണെന്നറിയാം. ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. അതിനെ നമുക്ക് ഒന്നിന്റെയും ബേസിൽ ഒന്നിച്ച് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദർ ആർ സം മെറ്റീരിയൽസ് വിച്ച് ആർ കോമൺ ടു മെനി ഒബ്ജക്ട്സ്. ചിലത് ഒരേപോലെ തോന്നിക്കുന്നുണ്ട്, ചിലത് ഡിഫറെന്റ് ആയി തോന്നിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കാണുന്ന ഡിഫറെന്റ് ഒബ്ജക്ട്സുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ വെച്ചിട്ടാന്ന് നിങ്ങൾക്ക് പറയാം. എന്നാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ മിസ് തരട്ടെ? ഏതാ തരാം? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻസിലും അതേപോലെ
നിങ്ങൾക്ക് സോഫ, ഈ 2 സാധനങ്ങളുടെയും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ 2 സാധനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഹോംവർക്ക് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നതാണ്. അതിൽ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇന്ന് മിസ്സിന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ മെറ്റീരിയൽസിനെ അതിന്റെ ഏകദേശം കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് എല്ലാ ഒബ്ജക്റ്റുകളെയും നമുക്ക് എന്ത് പറയാം, സാധനം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നതിനെ നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നു. ഈ 2 പോയിന്റ് മാത്രം പഠിച്ചാൽ തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളായിട്ട് ഇനിയും മിസ് വരും. സോ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്, ബൈ ബൈ.